വേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കാൻ 1 മാസം ശേഷിക്കെ ഫിറ്റ്നസ് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ പ്രധാനാധ്യാപകർ. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം കടുപ്പിച്ചതോടെ പ്രതിസന്ധിയിലായത് അധ്യാപകരാണ്. അധ്യാപകരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സർക്കുലർ പ്രായോഗികമല്ല എന്ന് അധ്യാപക സംഘടനകൾ ആരോപിച്ചു. KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, വനംവകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ 6 വിഭാഗങ്ങളുടെ സുരക്ഷാനുമതിയാണ് ജൂൺ 1 മുമ്പായി സ്കൂളുകൾക്ക് ലഭിക്കേണ്ടത്. ഇത് ഉറപ്പാക്കേണ്ട ചുമതല പ്രധാന അധ്യാപകരാണ്. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് KPSTA സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദൻ പറഞ്ഞു. ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന്. നേരത്തെ ഫിറ്റ്നസ് ഏത് രീതിയിലായിരുന്നു? ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളൊക്കെ മാനേജ്മെന്റാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ആ രീതിയിൽ തന്നെ ഫിറ്റ്നസ് പഴയ കാലത്ത് ഏത് രീതിയിലായോ ലഭ്യമായത് ആ രീതിയിൽ ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അപ്രായോഗികമായ ഈ ഉത്തരവുകൾ പിൻവലിക്കണമെന്നും KPSTA സംസ്ഥാന കമ്മിറ്റി ശക്തമായി ആവശ്യപ്പെടുന്നു. 1 മാസത്തിനകം 6 വിഭാഗം ജീവനക്കാരെ സ്കൂളിലെത്തിച്ചുള്ള പരിശോധന പൂർത്തിയാക്കൽ അധ്യാപകർക്ക് കടുത്തതാകും. പഴയ കെട്ടിടങ്ങളുള്ള സ്കൂളിലെ അധ്യാപകർക്ക് വെല്ലുവിളിയും. കെട്ടിടങ്ങൾക്ക് ചുറ്റും വളർന്ന കാടുകൾ വെട്ടിത്തെളിക്കുന്നതും മാളങ്ങൾ അടയ്ക്കുന്നതും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ഉത്തരവാദിത്തമുണ്ടെന്നിരിക്കെ അധ്യാപകരിലേക്ക് മാത്രം ഉത്തരവാദിത്തങ്ങൾ ഒതുക്കുന്നുവെന്ന ആരോപണമാണ് അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയും അധ്യാപകർക്കാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.